പാലത്തായി പീഡനക്കേസ് SDPI വിവാദമാക്കിയത് പ്രതി ഹിന്ദുവായതുകൊണ്ടെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ. ഉസ്താദുമാർ പീഡിപ്പിച്ച കേസ് വിവാദമാക്കുന്നില്ലെന്നും P. ഹരീന്ദ്രന്റെ പ്രതികരണം. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിന് എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല, പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുംബായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. P. ഹരീന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. കേസിൽ എങ്ങനെയാണ് CPIM-ന് മതം കാണാൻ കഴിയുന്നത് എന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചേലേരിയുടെ ചോദ്യം. മുഹമ്മദ് റഹീസിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, ഈ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഈ പ്രസംഗം എവിടെയായിരുന്നു, ഏത് സാഹചര്യത്തിലാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഇദ്ദേഹം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ തന്നെ അദ്ദേഹം ഈ ഒരു പ്രസംഗം അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു, വിവാദമാക്കപ്പെട്ടു. പ്രത്യേകിച്ചും അദ്ദേഹം ഈ മതത്തിന്റെ പേരിലാണ് മുസ്ലിം ലീഗും ഒപ്പം തന്നെ SDPIയും ഒക്കെ ഈ പാലത്തായി കേസിൽ ഇത്രയധികം വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന രീതിയിലാണ് സംസാരം ആരംഭിച്ചത്. അതായത് CPM മാത്രമായിരുന്നു ശരിക്കും ഇരയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇരയ്ക്കും കുടുംബത്തിനും സഹായങ്ങളും നൽകിയത് CPM ആണ്. എന്നാൽ ലീഗും ഒപ്പം തന്നെ SDPIയും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ടല്ല, മറിച്ച് ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി മുസ്ലിം ആയതുകൊണ്ടും പീഡിപ്പിച്ചത് ഒരു ഹിന്ദു ആയതുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഇവർ ഇതിന് പിന്നാലെ കൂടിയത് എന്ന നിലയിലുള്ള പ്രസ്താവനയാണ് ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള P. ഹരീന്ദ്രനിൽ നിന്നും ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ മാത്രമാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അവരുടെ ഒന്നും കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രതികരണമൊന്നും ഇത്തരത്തിൽ SDPIയോ ലീഗോ നടത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ മതം മാത്രമാണ് ഈ രണ്ട് സംഘടനകളും കണ്ടത്, ഈ രണ്ട് പാർട്ടികളും കണ്ടത് എന്നുള്ള പ്രസ്താവനയാണ് ഹരീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഈ പാനൂർ കേസുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ CPM പ്രതികൂട്ടിലാണ്. അവരുടെ പല നേതാക്കളും ഇതിൽ അനധികൃതമായ ഇടപെടലുണ്ടാക്കി BJP നേതാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പ്രതിയായിട്ടുള്ള BJP അധ്യാപകനെ അവർ കേസിൽ കുറെ ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കി. ഒപ്പം തന്നെ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള തിരിമറികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇതുമായി സംബന്ധിച്ചൊരു വിശദീകരണം നടത്തവേ ഹരീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഒരു പരാമർശം ഉണ്ടായത്. അതിന് പിന്നാലെ ലീഗ് ഈ ഒരു വിഷയം ആയുധമാക്കി എടുത്തിട്ടുണ്ട്. ഹരീന്ദ്രൻ്റേത് വർഗീയമായിട്ടുള്ളൊരു പരാമർശമാണ്, യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. മുതിർന്ന CPM അംഗത്തിൽ നിന്നും, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നിരിക്കുന്ന ഒരു അംഗത്തിൽ നിന്നും ഇത്തരത്തിലൊരു പരാമർശം പ്രതീക്ഷിക്കുന്നില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്ന തരത്തിൽ ലീഗ് ഈ വിഷയം ആയുധമാക്കിയിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ കൂടുതൽ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു വലിയ ഈ പരാമർശം ഒരു വലിയ ചർച്ചയായിട്ടുണ്ട്, വിവാദമായി മാറിയിട്ടുണ്ട്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.